ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സെമിസ്റ്റർ BA എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റിൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് 10 മാർക്ക് ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ്. ഈ സബ്ജക്റ്റിൽ നിന്നും വരാൻ സാധ്യതയുള്ള 10 മാർക്കിൻ്റെ essay ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മളിതിൽ പറയാൻ പോകുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് എക്കോണമീസ്, വിഷ്യസ് സർക്കിൾ ഓഫ് പോവേർട്ടി, റോസ്റ്റോവ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്, ഇമ്പാക്റ്റ് ഓഫ് പോവേർട്ടി ആൻഡ് ഇനീക്വാലിറ്റി ഓൺ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്, സോളോ മോഡൽ ഓഫ് ഗ്രോത്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് അണ്ടർ ഡെവലപ്ഡ് എക്കോണമീസ് എന്ന് ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് 14 ഫീച്ചേഴ്സാണ് കൊടുക്കാനുള്ളത്. ലോ ഇൻകം, മാസ് പോവേർട്ടി, ലാക്ക് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ, ഹെവി പോപ്പുലേഷൻ പ്രഷർ, അഗ്രികൾച്ചറൽ ബാക്ക്വേർഡ്നെസ്, അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലംസ്, അൺഎക്സ്പ്ലോയിറ്റഡ് നാച്ചുറൽ റിസോഴ്സസ്, ഷോർട്ടേജ് ഓഫ് ടെക്നോളജി ആൻഡ് സ്കിൽസ്, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, lack of industrialization, lack of proper market, mass illiteracy, poor socio-economic condition, inefficient administrative sector. ഇത്രയും പോയിൻറ്റ്സ് ഒരു 3 ലൈൻസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇതിന് 10 മാർക്ക് ലഭിക്കും. അടുത്തത് വിഷ്യസ് സർക്കിൾ ഓഫ് പോവേർട്ടി ആണ്. അതിൽ വിഷ്യസ് സർക്കിൾ ഓഫ് പോവേർട്ടി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ആദ്യം എഴുതുക, ശേഷം അതിൻ്റെ കോസസ്, പിന്നെ അതിൻ്റെ സൊല്യൂഷൻസ് കൂടെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് റോസ്റ്റോവ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 5 മാർക്കിന് സ്റ്റേജസ് മാത്രമായിട്ടും 10 മാർക്കിന് സ്റ്റേജസ് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ചോദിക്കാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് അതിൻ്റേതായിട്ടുള്ള ഓർഡറിൽ എഴുതണം എന്നുള്ളതാണ്. ഒന്നാമത്തത് ട്രഡീഷണൽ സൊസൈറ്റി, സെക്കൻഡ് പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്, തേർഡ് ടേക്ക് ഓഫ്, ഫോർത്ത് ഡ്രൈവ് ടു മെച്യൂരിറ്റി, ഫിഫ്ത്ത് ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ. ഇതിൻ്റെ ഓർഡർ തെറ്റിക്കാതെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഇതിൻ്റെ ഓർഡർ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് TPTDA എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം ഓർത്ത് വെച്ചാൽ നമുക്കതിൻ്റെ ഓർഡർ കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. TPTDA. നെക്സ്റ്റ് ഇമ്പാക്റ്റ് ഓഫ് പോവേർട്ടി ആൻഡ് ഇനീക്വാലിറ്റി ഓൺ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അതിൽ പോവേർട്ടി, ഫീച്ചേഴ്സ് ഓഫ് പോവേർട്ടി, പോവേർട്ടി ലൈൻ, എസ്റ്റിമേഷൻ ഓഫ് പോവേർട്ടി, മെഷേഴ്സ് ഓഫ് പോവേർട്ടി, സെക്സ് ഇൻഡെക്സ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടി വരും. അപ്പോൾ നമുക്ക് 10 മാർക്ക് കിട്ടും. അടുത്തത് സോളോ മോഡൽ ഗ്രോത്ത് ആണ്. ഇത് കുറച്ച് ടഫായിട്ടുള്ള ഭാഗമാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ഈസ് സോളോ മോഡൽ ഗ്രോത്ത്, പ്രൊഡക്ഷൻ, ക്യാപിറ്റൽ അക്യുമുലേഷൻ, ടെക്നോളജിക്കൽ പ്രോഗ്രസ്, ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് ആദ്യം എഴുതുക, ശേഷം 3 പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് എഴുതിയിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റൽ അക്കൗണ്ടിങ്, ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വർഷത്തെ എക്സാമിന് പ്രതീക്ഷിക്കുന്ന essay ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഭാഗം കുറച്ച് എംഫസൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.